ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ബ്രസീൽ ആദ്യം കളിച്ചതിനേക്കാൾ നല്ല കളി രണ്ടാമത്തെ മത്സരം കളിച്ചു. അതിനേക്കാൾ നല്ല കളി ഇന്നത്തെ മത്സരം കളിച്ചു. നല്ല ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ട് ടീം, അത് പറയണം. പിന്നെ ബ്രസീലിൻ്റെ എൻജിൻ വിനീഷ്യസ് ജൂനിയർ 3 മത്സരങ്ങളിലും മൂപ്പര് ഗോളുകളും നേടി. 2 മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചുമായി. നല്ല പെർഫോമൻസ് വിനീഷ്യസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്മർ കൂടി വരുമ്പോൾ ബ്രസീലിന് 2 എഞ്ചിനാകും. അപ്പോൾ ബ്രസീൽ ഒന്നും കൂടി സ്ട്രോങ് ആകും, ശരിയാണ്. പക്ഷേ ഒരു കാര്യം കൂടി പറയാം, ഇന്നത്തെ മത്സരം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ബ്രസീൽ ഇമ്പ്രൂവ്മെൻറ്റും ആയിട്ടുണ്ട്, ഇമ്പ്രൂവ് നടത്തിയിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു ഫോം വെച്ചിട്ട് ജപ്പാൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. മത്സരം 50-50 ആയിരിക്കും. നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജും ഞാൻ കാണുന്നില്ല. കാരണം സ്കോട്ട്ലൻഡിൻ്റെ കളി രീതി വെച്ച് നോക്കുമ്പോൾ ജപ്പാൻ്റെത് എൻ്റയർലി ഡിഫറൻസാണ്. സ്കോട്ട്ലൻഡ് കളി ഹോൾഡ് ചെയ്തിട്ട് അധികം ക്രോസ് ബോൾസിനൊക്കെയാണ് പ്രാധാന്യം നൽകുക. ജപ്പാൻ അങ്ങനെയല്ല. ജപ്പാൻ സ്പീഡി അറ്റാക്ക് ആയിരിക്കും. 1-2 ടച്ചസ് നല്ല രീതിയിൽ വരും. അത് കുറച്ച് പണിയാണ് ഇന്നത്തെ പെർഫോമൻസ് ആണെങ്കിൽ. ഇന്ന് നിങ്ങളുടെ അറ്റാക്കിംഗ് ആയാലും ഡിഫെൻഡിങ് ആയാലും സൂപ്പറായിരുന്നു. ഹോൾഡിങ് കളിയുടെ കൺട്രോൾ കുറച്ച് കുറവായിരുന്നു എന്നേ ഉള്ളൂ. നല്ല രീതിയിൽ ഡിഫൻഡേഴ്സ് പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് ഹൈ ബോളൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ ബ്രസീലിന് കുറച്ചുകൂടി ഇഷ്ടമാണ്. നല്ല രീതിയിൽ ഡിഫൻഡേഴ്സ്, അതായത് ഫസ്റ്റ് ഹാഫിൽ സ്കോട്ട്ലൻഡ് 5-6 ഷോട്ടുകൾ ഉതിർത്തിട്ടും ഒന്നുപോലും ഓൺ ടാർഗറ്റിലേക്ക് എത്തിയില്ല. ഡിഫൻഡേഴ്സ് അധികം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അറ്റാക്കിങ് നല്ല അറ്റാക്കിംഗ് ഉണ്ട്. കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ ഡേഞ്ചറസ് ആക്കാനും ബ്രസീലിന് പറ്റി. ബ്രസീൽ ഫാൻസിന് ആഘോഷിക്കാം നല്ല രീതിയിൽ, കാരണം ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ ടീം. പക്ഷേ അതിന് മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റിൽ ഇപ്പോഴത്തെ പെർഫോമൻസ് ആണെങ്കിൽ 50-50 ചാൻസേ ഉള്ളൂ. ജപ്പാൻ ചിലപ്പോൾ നിങ്ങളെ പുറത്താക്കും.